അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നമ്മൾ പറഞ്ഞതിൽ സംസാരിച്ചതിൽ ഏറെക്കുറെ ഒരു സമൂഹത്തിലേക്ക് പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അത് കലാരംഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വരുമ്പോഴായിക്കോട്ടെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട്. താങ്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്തരം വിമർശനോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം അവിടെ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ പലതും ആവാം. അപ്പൊ അതിനോട് പറയുമ്പോൾ തന്നെ അന്നെ കുറെ ആൾക്കാർ ഞാൻ കുറച്ച് പിന്നെ കമന്റ്സ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെക്കും. ബിക്കോസ് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത മീൻസ് നമ്മൾ ചെയ്യാത്ത കാര്യം കൂടി നമ്മൾ പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നുണ്ട്, ഒരു ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് പെൺകുട്ടികളെ ഒന്നും അങ്ങനെ എല്ലാം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ മെയിൻ്റെ ആക്കാതെ വിടുമായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അവർക്കത് കണ്ട് ഡിപ്രഷനായി അത് വേറൊരു രീതിയിലേക്ക് മാറി അത് ചിലപ്പോൾ സൂയിസൈഡിലൊക്കെ പോയി ഒരു ജീവനില്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. പറയുന്ന ആൾക്ക് ചെറിയൊരു വാക്കിൽ തീരുന്ന പ്രശ്നമായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആകുന്നുണ്ട്, ഇതാകുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നോക്കുമ്പോൾ അതിലൊരു 70% കമൻറ്റ്സ് നല്ലതായിട്ടുണ്ടാവും, പക്ഷെ ഒരു 30% ഭയങ്കര ബോറായിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മൈൻഡ് ആക്കലില്ല. എന്നാലും കുറേ എല്ലാം അല്ല ആൾക്കാരോട് പറയേണ്ടത്, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമാവേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് പിന്നെ ചിലവിനായെങ്കിലും എന്ന് തരുന്നത് വീട്ടിൽ നിന്ന് പുറത്തല്ല, വീട്ടിൽ നിന്നാണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാനാണ് എനിക്കുള്ള ചിലവ് ഞാൻ ജോബ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ തെറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് അത് എൻ്റെ ഉമ്മാക്കും അറിയാം. പിന്നെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ പെൺകുട്ടികളിങ്ങനെ പറയുന്നതിന് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഈ വൾഗറായിട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യലില്ല. തട്ടില്ലെങ്കിലും ഇട്ടെങ്കിലും അത് അവരവരെ പേഴ്സണൽ അല്ലേ, നമുക്ക് തോന്നണം ഇതൊരു ബോറാണ്, ഒരു ഡ്രസ്സിങ് കണ്ടിട്ട് ഒരിക്കലും ഒരാളെ വിലയിരുത്താൻ പാടില്ല. ഞാനിപ്പോൾ നോർമലി ഇടുന്ന ഡ്രസ്സിങ്ങിൽ എന്ന് പറയും, ഞാൻ ബൈക്കിൽ പോകുന്നത് കൊണ്ട് നോർമലി ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് യൂസ് ആക്കില്ല. അതൊക്കെ ഒരിക്കൽ യൂസ് ആക്കിയിട്ട് ഭയങ്കര പണി കിട്ടീന്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഈ ബൈക്കിലെല്ലാം പോകുന്ന സമയത്ത് കോസ്റ്റ്യൂം കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് മാറ്റല്. അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് ഒരു ഡ്രസ്സിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡോ കണ്ടിട്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല. പേഴ്സണലി എൻ്റെ ലൈഫിൽ എന്നോട് കുറേ ആൾക്കാർ ഇൻഡസ്ട്രിയിലായെങ്കിലും പുറത്തായെങ്കിലും വീട്ടിൽ നിന്ന് അല്ലായത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായെങ്കിലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ കാണുമ്പോൾക്ക് അല്ലെങ്കിൽ നിന്നെ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കാൻ നമുക്ക് വിചാരിച്ചത് നീ ഇങ്ങനൊന്നും അല്ല, ഭയങ്കര ചാടൻ, ഭയങ്കര കാര്യം, ഭയങ്കര അങ്ങനെയാണെന്ന് പറയാം. പക്ഷെ അടുത്തറിഞ്ഞിട്ട് സംസാരിച്ച ഒരു ഫ്രണ്ടും എന്നെ പറയൂല ഞാൻ ഒരു ജാടാണോ അല്ലെങ്കിൽ ഞാൻ ഒരു അങ്ങനത്താണോ ഇങ്ങനത്താണോ എന്ന് എന്നെ അടുത്തറിഞ്ഞ ആൾക്കാർ പറയൂല. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആരും എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഞാൻ കോളേജിൽ നിന്ന് പോലും പുറത്തായത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കിയിട്ടാണ്. അതാണ് എൻ്റെ ഡിഗ്രി പകുതിയിലായത്. പക്ഷെ എനിക്ക് അവരത് ഓക്കെ ആയത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്നതിന് പറ്റിയിട്ട് ഒന്നെങ്കിൽ അത് അന്വേഷിച്ച് എന്താണ് എന്നുള്ളതെങ്കിലും അറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു ന്യൂസ് കിട്ടിയാൽ മതി. അത് ആടേക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് പിന്നെ എന്തെല്ലോ ആയിട്ടുണ്ടാവും. എന്തിനാ അവരവരെ കാര്യം ഞാൻ അങ്ങനെ കുറെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും. അപ്പോൾ പറയും എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങനെ വിടൂല. പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കിലോ, പെങ്ങൾക്ക് അങ്ങനെ ചെലവിന് കൊടുക്കേണ്ട ഒരു നിന്റെ പെങ്ങളെ നോക്കാൻ നീ ഉണ്ട്. ഇപ്പോ നാളെ പെങ്ങൾക്ക് നാളെ സാഹചര്യം അങ്ങനെയാണ്, അധ്വാനിക്കണം, വീട്ടിലേക്ക് ചെലവ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വന്നെങ്കിൽ ഓളും ഇങ്ങനെ ജോബിലേക്ക് ഇറങ്ങൂലേ. ജോബിലേക്ക് പോകുന്നതിന് വരെ സെയിൽസ് ഗേളായിട്ട് മാന്യമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു മാന്യതക്കാരോട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നീ ചെയ്യൂല വരിക്കോളൂ ഇൻഷാ അല്ലാ. അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് നമ്മൾ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത് നോമ്പ് നില പറയുമ്പോൾ അറിയുമല്ലോ, ഒന്ന് തിന്നാൻ പോലും ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് വരുന്ന സമയത്ത് പോലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകുന്നുണ്ട്, അങ്ങനെയുണ്ട്. സാഹചര്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എങ്കിലും ഒരു ഇതിൻ്റെ അടുക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു, നീ പിന്നെ എന്ത് 5,000 രൂപക്ക് സെയിൽസ് ഗേൾ ആയിട്ടുണ്ടായി പെണ്ണല്ലേ, അതിലെന്തൊരു മാന്യത കേട് ഞാൻ കാണുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഞാൻ കട്ടിട്ട് ഓട്ടിക്കാനൊന്നും പോയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ കയ്യിലുണ്ട്. ഫോണായെങ്കിലും ബൈക്കായെങ്കിലും എന്തായെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ ഒരു മാന്യത കേടില്ല. പണിയെടുക്കുന്നതിന് അഭിമാനമുള്ളൂ. പണിയെടുക്കുന്നതിന് മാന്യത കേട്